ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ലേറ്റായി എണീറ്റ്. എന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ക്ലീനിങ്, പിന്നെന്താ ടി വി കണ്ടിരുന്നു കുറച്ച് നേരം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു, സിമ്പിളായിട്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കണില്ല. പിന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പീസ് ലില്ലിക്കും നമ്മുടെ മണി പ്ലാന്റിനും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് എപ്പോഴും വേണമെങ്കിലും ഒഴിക്കാം. ഞാനിപ്പോൾ ലേറ്റ് ആയാലും ഒഴിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് തൊലി കളയാണ്. അത് ഞാൻ ഫസ്റ്റ് തന്നെ ഈ സിമ്പിൾ പരിപാടികളൊക്കെ ചെയ്ത് വയ്ക്കും. പിന്നെ കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ നൂണിൽ ഓർഡർ ചെയ്തു. അത് വന്നിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ വെളുത്തുള്ളി നന്നാക്കി കഴുകിയെടുത്തു. അതുപോലെ ഇഞ്ചി ആവശ്യം വരുമല്ലോ, ചിക്കൻ കറിയിലേക്ക് ഇഞ്ചി ആവശ്യം വരും. അപ്പോൾ അത് നന്നാക്കി വയ്ക്കുകയാണ്. കുറച്ച് കൂടുതൽ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഫസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പണി എളുപ്പമാവുമല്ലോ ഗീ റൈസ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ വെളുത്തുള്ളി അധികം വേണമെന്ന് വെച്ചാൽ ചിക്കനിലേക്കും വേണം, പിന്നെ ഗീ റൈസിലേക്കും ഞാൻ വെളുത്തുള്ളി ഇടും. ഞാൻ റെസിപ്പി ഫുൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ തക്കാളി കഴുകി നന്നായിട്ട് ചിക്കനിലേക്ക് വേണ്ടി ചെറിയ പീസ് നീളത്തിലുള്ള പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ അതുണ്ട്. അതിനുശേഷം ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുത്തത് ചിക്കൻ കറിയിലേക്ക്. അങ്ങനെ തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സവാള ഗീ റൈസിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചു. അപ്പോഴേക്കും നൂണിൽ നിന്ന് ഡെലിവറി ബോയ് വന്നു. അപ്പോൾ സാധനങ്ങൾ കിട്ടി. ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നമ്മുടെ തൈരും പിന്നെ പാലും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഗ്രോസറി നൂണിൽ ഞാൻ ഓർഡർ ചെയ്തു ഓൺലൈനായിട്ട്. പോയി വാങ്ങാൻ ഭയങ്കര വെയിലല്ലേ, തൊട്ടടുത്തുണ്ട് എന്നാലും. അപ്പോൾ ഞാൻ റൈസും ജീരകശാല റൈസൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചു. പച്ചമുളക് ഉണ്ടായില്ല, അപ്പം നൂണിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പച്ചമുളക് കഴുകി അരിഞ്ഞെടുത്തു. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചു മിക്സിയിലിട്ട്. അതിനുശേഷം അതൊക്കെ ഗീ റൈസിലേക്കാട്ടോ. ഗീ റൈസിലേക്കുള്ള മസാല ഉണ്ടല്ലോ, അത് നമ്മുടെ ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, കരയാം, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ പെരിഞ്ജീരകം, കുറച്ച് വേറെ കുറച്ചും കൂടി ഞാൻ ഏലക്കയും കുരുമുളകും വേറെ കുറച്ചും കൂടി ഇട്ടു. മിക്സായിട്ടുള്ള സ്പൈസിൽ നിന്ന് അല്ലാതെ തന്നെ കുറച്ചും കൂടി കുരുമുളക് കയ്യിൽ കുറവായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ആഡ് ചെയ്ത് ഒരു മസാല പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് വെച്ചു. പട്ടയൊക്കെ വലിയതായിട്ട് എടുത്ത്, കാരണം അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് കളയാമെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ ജീരകശാല റൈസ് ഒരു 4 ഗ്ലാസ് ഇട്ടു. അത് നന്നായിട്ട് കഴുകിയെടുത്തു. 4 ഗ്ലാസ്സാണ് ഞാൻ എടുത്ത് കഴിക്കണത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകി. അരി നന്നായിട്ട് കഴുകണം. ഇത് 4 ഗ്ലാസ് അരിയാണ്. ഞാൻ 1 കിലോൻ്റെ വാങ്ങിച്ച്, അപ്പോൾ അതിൻ്റെ 3/4 ഭാഗവും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു കുക്കറിലാണ് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുക എളുപ്പത്തിൽ. അപ്പോൾ കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ആദ്യം തന്നെ കുക്കർ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നെയ്യിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ മസാല എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എടുത്ത് വെച്ച കേട്ടോ. അപ്പോൾ ഞാൻ അത് അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക, വഴിച്ചെടുക്കുക കേട്ടോ. അത് രണ്ടും കൂടെ പ്രത്യേക ഫ്ലേവർ കൊടുക്കും. വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഫസ്റ്റ് ഇട്ടാൽ ഗീ റൈസ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് അരിയുണ്ട്. 4 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ ഒരു
6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുത്തു. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ലെമൺ ഫുൾ കട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി, കുറച്ച് കൂടുതൽ ഉപ്പായാലും കുഴപ്പമില്ല, അങ്ങനെ വേണ്ട കേട്ടോ. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായാലും റൈസ് വെന്ത് കഴിയുമ്പോൾ കൃത്യമായിരിക്കും. അതിനുശേഷം നമ്മൾ റൈസ് വേവിക്കാൻ വെക്കുന്ന ടൈമിൽ നമുക്ക് ചെറുതായി അരിഞ്ഞ സ്ലൈസ് ചെയ്ത് നമ്മുടെ നീളത്തിൽ അരിഞ്ഞ സവാള എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ ഓയിലിലോ എങ്ങാനും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഗീ റൈസിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാനാണ്. അത് ഫ്രൈ ചെയ്തതിനെടുത്തതിന് ശേഷം നമ്മുടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം സെയിം ഇതിൽ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട്. സിമ്പിൾ റെസിപ്പിയാണിത്. കുക്കറിൽ തന്നെ പെട്ടെന്നാവും. ഒരു 1-2 വിസിൽ, ഈ ആയിരിക്കും ഞാൻ 2 വിസിൽ കേൾപ്പിച്ചു. അല്ലെങ്കിൽ ബസ്മതി റൈസ് സാധാരണയാണെങ്കിൽ നീളത്തിലുള്ള അരിയാണെങ്കിൽ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഞാനതിപ്പോൾ 2 വിസിലാണ് കേൾപ്പിച്ചത്. അതിനുശേഷം നമ്മൾ അരി വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ വറുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. സവാള ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ കറി ചേട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഉണ്ടാക്കുകയാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു പാത്രത്തിലേക്ക്. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. അതിനുശേഷം തക്കാളി ഉണ്ട്. തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് സവാളയൊന്ന് ചെറുതായിട്ട് ഇതാവുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പച്ചമണം മാറിയില്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് കുറവായിരിക്കും, അതിൻ്റെ കുത്തലുണ്ടായിരിക്കും. അതിനുശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. 2 തക്കാളി ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതായിരുന്നു. നീളത്തിൽ സ്ലൈസ് ചെയ്ത് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ഒരു അതിലേക്ക് മിക്സായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികൾ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു 1/4 സ്പൂൺ ആഡ് ചെയ്യാം. അതിനുശേഷം കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്. സാധാരണ മുളക് പൊടി ആഡ് ചെയ്തില്ല, ഭയങ്കര എരിവാന്ന് വെച്ചിട്ട്. അപ്പോൾ നല്ല കളറും കിട്ടും കാശ്മീരി ചില്ലി ആകുമ്പോൾ. കാശ്മീരി ചില്ലി ആഡ് ചെയ്തു. അതിനുശേഷം പെപ്പർ പൗഡറാണ് ആഡ് ചെയ്തത്. കുരുമുളക് പൊടി ആഡ് ചെയ്തു. ചിക്കൻ മസാല, ഈസ്റ്റേൺ ചിക്കൻ മസാല കുറച്ചുണ്ട്, അത് ഒരു 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്തു. ചിക്കൻ മസാല കുറച്ചുകൂടി ആഡ് ചെയ്താൽ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത് കുറച്ചധികം നേരം തന്നെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അല്ലെങ്കിൽ അത് പച്ചമണം മാറണ വരെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പൊടികൾ ശരിക്കും വെന്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ആവുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് അതിന് യോജിപ്പിച്ചിട്ട് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. ചിക്കൻ കുക്കാവാൻ ആവശ്യമായ വെള്ളം ആഡ് ചെയ്യുക. പിന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്ര തന്നെയുള്ളൂ. നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. വെള്ളവും ഉപ്പും ആഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 15 അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇങ്ങനെ ഇട്ട്
അടച്ചു വെച്ച് വേവിക്കാം. അരമണിക്കൂർ എടുത്തു ഈ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാം റെഡിയാണ്. ഞാൻ ഈ ടൈമിൽ സാലഡൊക്കെ ഉണ്ടാക്കി കേട്ടോ. തൈര് ഒഴിച്ചിട്ട് സവാള ചെറുതാക്കി അരിഞ്ഞ് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആവുന്നുണ്ട്. ചിക്കൻ റെഡിയായി കഴിയാറായിട്ടുണ്ട് ഏകദേശം. നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഇത് സിമ്പിളാണ് കേട്ടോ. നല്ല സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനായിട്ട് സെർവ് ചെയ്യാം. ഗീ റൈസ് ഉണ്ട്. അത് സാലഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് സാലഡ് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ചിക്കൻ കറി ഇടാം. ചിക്കൻ മസാല ഇട്ടാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ലഞ്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടി വി കണ്ട് എൻജോയ് ചെയ്തു. ഗീ റൈസ് നന്നായിട്ട് എൻജോയ് ചെയ്തു, കഴിച്ചു. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം ആയി. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരമായി. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 6:30 വിളക്ക് വയ്ക്കും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു പ്രോഗ്രാം വന്നു. ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അൽക്കൂസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈവനിങ് ഒരു 6:45 ആയപ്പോൾ ആണ് കേട്ടോ അത്. പെട്ടെന്ന് ഇപ്പോൾ നേരം വൈകിയാണ് കേട്ടോ സൺസെറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ 7 മണി ആയാലും ഇപ്പോൾ രാത്രി ആവണില്ല, നൈറ്റ് ആവേണ്ട സമയം എടുക്കും. ഇപ്പോൾ സമ്മർ സീസൺ ആയില്ലേ, ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അൽക്കൂസിലെത്തി. ആ ഷോപ്പ് അൽബർഷിം ടയർ ഡ്രോമാണ് കേട്ടോ ഉള്ള ഷോപ്പ്. അപ്പോൾ ഷോപ്പിലെത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി അവിടെ. അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും രാത്രിയായി. ഒരു 8 മണിയൊക്കെ ആയിട്ടോ. 8 മണിയായി. ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായി, കുറച്ച് ബിസിനസ് കാര്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിലേക്ക് വന്നു. ഞാൻ കുറച്ച് നേരം ഓഫീസിലിരുന്നു. അവിടെ ടയർ ഡ്രോമിൻ്റെ ഓഫീസ്, ഇത് പുതിയ ഓഫീസാട്ടോ. അപ്പോൾ അവിടേക്ക് വന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഷാർജയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഷാർജയിൽ ചേട്ടനൊരു ഫ്രണ്ടിനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ പ്രോഗ്രാമിലാണ്. ആളുടെ കുട്ടിയുടെ അരങ്ങേറ്റം അങ്ങനത്തെ ഒരു പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷാർജയിലേക്ക് പെട്ടെന്ന് തന്നെ പോയി. ഒരു 8:30 ആയപ്പോഴേക്കും ഷാർജയിലെത്തി. ഷാർജ സഫാരി മാളിലായിരുന്നു പ്രോഗ്രാം. സഫാരി മാളിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. മുവൈയിൽ അങ്ങനത്തെ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് കയറി. നല്ല പ്രോഗ്രാമായിരുന്നു. കുറച്ച് നേരമൊക്കെ കണ്ടിരുന്നു. കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു കുറച്ച് കേട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ഇതാണ് സഫാരി മാള്. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. സഫാരി മാളിൽ നല്ല രസമാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു. ഇപ്പോൾ വൈറലായിട്ടൊരു ചോക്ലേറ്റ് ഇല്ല, അവിടെ പോകാമെന്ന് വെച്ചാൽ ചോക്കോ ആട്ടിൽ. പക്ഷെ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ചോക്ലേറ്റ് സോൾഡ് ഔട്ടായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറെ പ്ലാൻ ഇട്ടു. ബി ലബൻ, ഞങ്ങൾ എപ്പോഴും പോണ സ്ഥലമാണ് ഷാർജയിലെ ബി ലബൻ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഡെസേർട്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അവിടെ നല്ല തിരക്കാവാറുണ്ട്. ഇന്ന് സൺഡേ ആകുമ്പോൾ തിരക്കാവുമെന്ന് വിചാരിച്ചു. എന്നാലും പഴയ അത്ര തിരക്കില്ല. ഞങ്ങൾ സ്ഥിരം കസ്റ്റമേഴ്സാണ് അവിടുത്തെ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും. ഞങ്ങൾ ഷാർജയിൽ ബി ലബനിലേക്ക് പോയി. അതൊരു ടർക്കിഷ് സ്വീറ്റ് ഷോപ്പാണ് കേട്ടോ. ടർക്കിഷ് സ്വീറ്റ്സാണ് കിട്ടുന്നത് കൂടുതലും. നമ്മുടെ സാധാരണ ഐസ്ക്രീമും കിട്ടും, പിന്നെ ടർക്കിഷ് സ്വീറ്റ്സും കിട്ടും. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു.
ഡിന്നറിനായിട്ട്. വേറൊന്നും അത് ലൈറ്റായിട്ടുള്ള സാധനം കേട്ടോ, ഭയങ്കര മധുരമൊന്നുമില്ല, എന്നാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ബി ലബാനിലെത്തി. പണ്ടത്തെ തിരക്ക് കാണാനില്ല എന്നാലും. അപ്പോൾ ഞങ്ങൾ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ കസാട്ട വന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അപ്പോൾ അവിടെ ഉണ്ടാക്കണത് ഞാൻ ഷൂട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കി തരും, നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്കൊന്ന് അസംബിൾ ചെയ്ത് നമുക്ക് തരും, അതാണ്. അപ്പോൾ അവിടുത്തെ കുറേ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസിൻ്റെ ഫ്ലേവേഴ്സ് കിട്ടും. അങ്ങനെ ഞങ്ങൾ ബി ലബനിൽ നിന്ന് വാങ്ങിച്ചു. അവിടെ കോർണിഷ് ഉണ്ട്, അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. ഇതാണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഷ്, ഇതാണ് കേട്ടോ, കസാട്ട. പല ഫ്ലേവേഴ്സ് ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് നട്ട്സും പിസ്താഷ്യോ ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല, ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ബാങ്കിലൊക്കെ പോകാനുണ്ടായിരുന്നു, അവിടെ പോയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ, ഇന്ന് ദിവസം സൺഡേ, നല്ലൊരു സൺഡേ ആയിരുന്നു.